ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജയിക്കുന്നവർക്ക് മാത്രമേ ജീവവൃക്ഷത്തിൽ നിന്ന് ഫലം കഴിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? ജയിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു. അതാണ് ഈ ലോകം കാണിക്കുന്ന ദൈവം യേശുക്രിസ്തു പറഞ്ഞ സയൻസും അല്ലെ എല്ലാ അടയാളങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇത് 2025 നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കിട്ടും. നമ്മൾ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. അപ്പൊ അതെല്ലാം ഒരു റിഹേഴ്സൽ പോലെയാണ് യേശുവിന്റെ വരവിന് മുമ്പുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ ഒരു റിഹേഴ്സൽ പോലെയാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളും നേരത്തെ നടന്ന യുദ്ധങ്ങളും ഒന്നും അത് എന്താ പറയുക, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊന്നും പോകത്തില്ല. പക്ഷെ ഇതെല്ലാം ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ റിഹേഴ്സൽ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം, അല്ല? അപ്പൊ യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഹെൽപ്പറായിട്ട്, അഡ്വക്കേറ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, ഇനി വരും ദിവസങ്ങളിൽ മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല, അല്ലെ? നമുക്ക് ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. പക്ഷെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസം വളരെയധികം ഡിഫിക്കൽട്ടീസ് നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അപ്പൊ അവിടെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ, അല്ലെ, ആ ഒരു അഭിഷേകം, തീ കൊണ്ടുള്ള അഭിഷേകം നമ്മുടെ മനസ്സിന്റെ ഉള്ളില്, നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അല്ലെ, നമുക്ക് മുമ്പോട്ട് പോകാനും പിടിച്ചു നിൽക്കാനും സാധിക്കത്തില്ല. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളൂ. അപ്പൊ മുമ്പോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് വരുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളതിന് നന്ദി പറയുന്നു. കർത്താവെ, വെറും വാക്ക് പറയുന്ന ഒരു ദൈവമല്ല. തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞങ്ങൾക്കായിട്ട് വലിയ മാൻഷൻസ് മാറ്റി അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നന്ദി പറയുന്നു കർത്താവ്. തിരിച്ചു വരുമ്പോൾ കർത്താവ് ഞങ്ങളെയും കൂട്ടത്തിൽ കൂട്ടും എന്നുള്ളതാണ് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളും അങ്ങയുടെ റെമനന്റിന്റെ പാട്ടായിരിക്കുന്നു എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പേര് കർത്താവെ അങ്ങയുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങ് ഞങ്ങൾ പഠിപ്പിക്കണം, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാം യേശുവിന്റെ മഹിമയ്ക്കായിട്ട് മാത്രം, യേശുവിന്റെ നാമത്തിൽ ആമേ. പിതാവ് അങ്ങേക്കായിട്ട് നന്ദി പറഞ്ഞു, പുത്രനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ആമേ. ആമേ. നമുക്കിന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. യോഹന്നാന്റെ ആദ്യം നമുക്ക് 13 വായിക്കാം. 13 36 തൊട്ട് 38 വരെയുള്ള വാക്കുകൾ പിന്നെ സംസാരിക്കുമ്പോൾ വായിച്ച് പോകാം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ 13 36 തൊട്ട് 38 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവ്, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ തന്നെ എന്നെ അനുഗമിക്കാൻ കഴിയുകയല്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവ്, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്ത എന്ന് ഞാൻ എന്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറഞ്ഞു. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ? ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറഞ്ഞു, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറയുമ്പോഴും കോഴി കൂകിയില്ല എന്നുത്തരം പറഞ്ഞു, അല്ലെ? അപ്പൊ നമുക്കറിയാം ശീമോൻ പത്രോസുമായിട്ട് യേശുക്രിസ്തു നടത്തുന്ന ഒരു കോൺവെർസേഷൻ, എന്താ പറയുക, യേശുവിന്റെ മരണത്തിന്റെ, അല്ലെ, അവസാനത്തെ ആ സമയം അന്നുണ്ടായിരുന്ന പെസഹ അത്താഴമൊക്കെ കഴിക്കുന്നതിന്റെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ കാലൊക്കെ കഴുകുന്നില്ല. 13ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്താ പറയുക, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. പിന്നെ ജൂഡാസ് ഇസ്കാരിയോട്ടിലേക്ക് എന്താ പറയുക, പിശാച് കയറുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ശീമോൻ പത്രോസ് തന്നെ അന്ന് ശീമോൻ അറിയത്തില്ല, അല്ലെ, ഇനി എന്താണ് മുമ്പോട്ടുള്ള കാര്യം എന്നതിനെപ്പറ്റി ശീമോൻ അറിയത്തില്ല, അല്ലെ? അപ്പോ ശീമോൻ പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ശീമോൻ പറഞ്ഞിരിക്കുന്നത്, അങ്ങ് പോകുന്നിടത്തേക്ക്, അല്ലെ, എനിക്ക് വരണമെന്നോ, പിന്നെ അങ്ങക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ തരും എന്നുള്ള കാര്യമൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത്. മനഃപൂർവ്വമല്ല യേശുവിനെ ശീമോൻ പത്രോസ് ഒരിക്കൽ പോലും തള്ളി പറഞ്ഞത്, അല്ലെ, മനഃപൂർവ്വമല്ല. ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല, അതാണ് വാസ്തവം. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്, അല്ലെ? അപ്പൊ യേശു ശീമോനെ ഒരിക്കൽ പോലും കുറ്റപ്പെടുത്തുന്നില്ല, അല്ലെ? അപ്പൊ ഇവിടെ ഒരു കാര്യം പെട്ട് ശീമോനോട് യേശുക്രിസ്തു പറയുക, ഇന്ന് ഞാൻ പോകുന്നിടത്ത് നിനക്ക് ഇപ്പൊ വരാൻ സാധിക്കത്തില്ല, പക്ഷെ നീ ലേറ്റർ വരുക തന്നെ ചെയ്യും, അല്ലെ? നീ ലേറ്റർ വരൂ, എന്റെ ഒപ്പം വരുക തന്നെ ചെയ്യും, അല്ലെ?
അല്ലെ. അപ്പൊ ഇവിടെ യേശു താൻ പോകുന്നു എന്നതിനെ പറ്റി സംസാരിക്കുന്നു അല്ലെ. ഇനി 14ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ 1 തൊട്ട് 3 വരെ വാക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തോളൂ. അപ്പൊ യേശുക്രിസ്തു തന്റെ ഈ ലോകത്തിലുള്ള വർക്ക് അല്ലെ, പിതാവ് തന്നെ വിട്ടിരിക്കുന്നതിന്റെ വർക്ക് ഫിനിഷ് ആക്കിയിട്ട് താൻ തിരിച്ചു പോകുന്നതിനെ പറ്റി പറയുന്നു. പോയി കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നതിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം തിരിച്ചു വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു എന്നതിനെ പറ്റി പറയുന്നു. അപ്പം ഇവിടെ പൊതുവായിട്ടുള്ള യേശുക്രിസ്തു പൊതുവായിട്ടുള്ള കാര്യം യേശുക്രിസ്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്റെ ക്രോസിലെ മരണവും അതിനുശേഷം താൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നതിനെ പറ്റി അല്ലെ, ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ തിരിച്ചു വരവിനെ പറ്റിയാണ് പറയുന്നത്. പൊതുവായിട്ട് യേശുക്രിസ്തു പറയുന്നു എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ ആ ഒരു തീം, ആ ഒരു കാര്യം അല്ലെ, നമ്മളുടെ മനസ്സിൽ വളരെയധികം എന്താ പറയണേ, എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തു തിരിച്ചു വരുന്നു അല്ലെ. യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി പാപമായി തീർന്നിട്ട് നമ്മൾക്ക് വേണ്ടി മരിച്ചു. ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് അല്ലെ പോയി, പിതാവിലേക്ക് പോയിട്ട് പിതാവിന്റെ വലഭാഗത്ത് നിന്നിരിക്കുന്നു, നമ്മൾക്കുള്ള ഹൈ പ്രീസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു അല്ലെ. അവിടം വരെ ഫുൾഫിൽ ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യം അത് സംഭവിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ഇവിടെ പീറ്ററിനോട് യേശുക്രിസ്തു പറയുവാണ്, നീയെ തള്ളിക്കളയാൻ പോവാണ്. പക്ഷെ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം നീയെ തള്ളിക്കളയും എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷെ ഇന്ന് നീ എന്റെ ഒപ്പം വരണം എന്ന് പറഞ്ഞ അതിപ്പോഴും നിനക്ക് സാധ്യമല്ല. കാരണം നിനക്കൊരു ജീവിതമുണ്ട് മുമ്പിൽ അല്ലെ. നീ അത് എന്താ പറയുക, ജീവിച്ച് തീർത്തേ പറ്റത്തുള്ളൂ. അവസാനം നീ എന്റെ ഒപ്പമുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ, പത്രോസെ, ഞാൻ നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ജീവിതത്തെ നീ അത് മനോഹരമായിട്ട് തീർത്തേ സാധിക്കത്തുള്ളൂ അല്ലെ. നീ അതിന് നിന്റെ ഓട്ടം തികച്ചേ പറ്റത്തുള്ളൂ. പോള് പറഞ്ഞൂല്ലേ, ഞാൻ എന്റെ ഓട്ടം തികച്ചിരിക്കുന്നു, ഞാൻ എന്റെ ഗുഡ് ഫൈറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ. എനിക്ക് ഇനി ആ ക്രൗൺ ഓഫ് റൈച്ചസ്നെസ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ചെയ്യേണ്ട സമയമാണ് അല്ലെ. നിന്റെ മുമ്പിലേക്കുള്ള ജീവിതം എന്തെന്നുള്ളത് നിനക്ക് ഇപ്പൊ അറിയത്തില്ല. ഇനി അടുത്ത നിമിഷം നീ എന്നെ തള്ളിപ്പറയാൻ എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ല അല്ലെ. നിന്റെ മുമ്പിൽ ഒരു ജീവിതമുണ്ട് അല്ലെ. അപ്പൊ ഇതിനെപ്പറ്റി യേശുക്രിസ്തു പറയുമ്പോ 14ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോ നമുക്കറിയാം, തോമസ് ചോദിക്കുന്നുണ്ട്, എവിടെയാ പോകുന്ന അറിയത്തില്ലെന്ന് പറയുന്നു. അപ്പൊ യേശു താൻ തന്നെയാണ് വഴിയൊന്നും പിതാവിലേക്ക് പോകുന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നു. പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു, ഫിലിപ്പിനോട് സംസാരിക്കുന്നു അല്ലെ. അപ്പൊ ഫിലിപ്പിനുള്ള മറുപടിയായിട്ട് അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ യേശു പറഞ്ഞതിന് ശേഷം ഒന്നാമത് പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു അവർക്ക്. അതിനുശേഷം ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി പറയുന്നു അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി റിവീൽ ചെയ്യുകയാണ് ചെയ്തത്. എന്ന് വെച്ചു കഴിഞ്ഞാല് പത്രോസിനോട് പറഞ്ഞ പോലെ, നിനക്കൊരു ഓട്ടമുണ്ട്, നിനക്കൊരു ജീവിതമുണ്ട് മുമ്പില്. നീ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്നെ തള്ളിക്കളയാൻ പോവാണ്. പക്ഷെ ഒരിക്കല് അല്ലെ, കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നീ എന്നിൽ ചേർക്കപ്പെടും എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഇൻബിറ്റ്വീൻ ഒരു ജീവിതമുണ്ട്. അതിന് അല്ലെ ഞാൻ നിനക്കൊരു ഹെൽപ്പറെ തരുവാണെന്ന് പറഞ്ഞിരിക്കുവാണ് അല്ലെ. നമുക്കറിയാം ഇതേ അധ്യായത്തിന് തന്നെ 14-ലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് യോഹന്നാന്റെ 14-14 ഇങ്ങനെ പറഞ്ഞിരിക്കുക, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ കാര്യസ്ഥൻ എന്ന് പറയുമ്പോ ഹെൽപ്പർ, അഡ്വക്കേറ്റ് എന്നൊക്കെയാണല്ലോ അർത്ഥം അല്ലെ. അപ്പം യേശുക്രിസ്തു പറയുവാണ്, ഈ ഹെൽപ്പർ, ഈ സത്യത്തിന്റെ ആത്മാവ്, ഈ കാര്യസ്ഥൻ അല്ലെ, ഈ അഡ്വക്കേറ്റ്, ഈ കംഫോർട്ടർ നിങ്ങൾക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ മുമ്പിലുള്ള ജീവിതം എന്ന് പറഞ്ഞാല് ഇത്തിരി എന്താ പറയണേ, ഇത്തിരി ദുർഘടം നിറഞ്ഞതാണ്. അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം പീറ്ററും ഒക്കെ അപ്പോസ്തലന്മാര്, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഒത്തിരി ടയറിങ് കൈൻഡ് ആയിരുന്നു അല്ലെ. അതേ സമയത്ത് തന്നെ അവർ ഒരുപാട് അച്ചീവ് ചെയ്തു. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടി അവരുടെ റബ്ബായി കൊടുത്തിരുന്ന ആത്മാവ് ഉണ്ടായിരുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടായിരുന്നു മുമ്പിൽ അല്ലെ. ഉദാഹരണമായിട്ട് ഒന്ന് വിചാരിച്ചു നോക്കി, പോളിന്റെ ജീവിതത്തെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കി. പോള് വലിയ ഫാരിസിയൊക്കെ ആയിട്ട് എല്ലാവരെയും ക്രിസ്ത്യൻസിനെ, യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരെ എല്ലാം
പെർസിക്യൂട്ട് ചെയ്ത് നടന്നിരുന്ന പോള് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ശേഷം വന്നുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നേട്ടമുണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്താ പറയുക തന്റെ നിത്യജീവിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്നാമതായിട്ട് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു എന്നുള്ളത്, പിന്നെ തനിക്ക് ഒരുപാട് എന്താ പറയാ ട്രഷറുകൾ അല്ലെ, അതെല്ലാം എന്താ പറയുക സ്വർഗത്തിൽ അദ്ദേഹം കൂട്ടുക തന്നെ ചെയ്തു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൈവത്തിന് വേണ്ടി സഹിച്ചുകൊണ്ട് അല്ലെ, ഒരുപാട് അത്രയധികം അടിയും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിരുന്ന ഒരു അപ്പോസ്റ്റലൻ ഇല്ലായിരുന്നു അല്ലെ. പോളിനെ പോലെ അത്രയധികം യേശുവിന് വേണ്ടി സഹിച്ച ഒരു അപ്പോസ്റ്റലൻ ഇല്ല, ബൈബിൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അപ്പൊ അത്രയധികം സഹിക്കുമ്പോൾ താൻ എന്താ പറയുക സ്വർഗത്തിന്റെ രാജ്യത്ത് തനിക്ക് വേണ്ടിയുള്ള സ്വത്തുകൾ അദ്ദേഹം കൂട്ടിവെക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ജീവിതത്തിന് വേണ്ടി അദ്ദേഹത്തിന് കൂട്ടായിരുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡാണ് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലായിരുന്നെങ്കിൽ, ആ ഫയർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും പോളിന് അങ്ങനെ അണ്ടർഗോ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു, പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കറിയാം പത്രോസ് ഇപ്പൊ യേശുവിനോട് ഞാൻ എന്റെ ജീവൻ തന്നെ തരും എന്ന് പറഞ്ഞിരിക്കുന്ന പത്രോസ് പിന്നെ നമുക്കറിയാം യേശുവിനെ തള്ളിക്കളയുന്നു. അതിനുശേഷം യേശു ഈ യോഹന്നാന്റെ തന്നെ 20ാമത്തെ ചാപ്റ്ററിൽ വന്ന് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ അവരിലേക്ക് ഊതിയതിനു ശേഷവും കൂടെ പിന്നെയും എന്താ പറയുക അവര് പത്രോസ് തീരുമാനം എടുക്കുന്നത് ഞാൻ എന്താ പറയുക എന്റെ ഫിഷിംഗ് ബിസിനസ്സിലേക്ക് തിരിച്ചു പോകുന്നുള്ള തീരുമാനം എടുക്കുന്നു. പക്ഷെ ആ ഒരു പത്രോസിനെ അല്ല നമ്മൾ കാണുന്നത് പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പത്രോസ്. ഈ പറയുന്ന പത്രോസും അല്ലെ, ഞാൻ ഫിഷിംഗ് എന്റെ ബിസിനസ്സിലേക്ക് തിരിച്ചു പോകുന്നു, ഞാൻ ഫിഷ് ചെയ്തതിന് വേണ്ടി പോകും, ഞാൻ വലയിടാൻ പോവാന്ന് പറഞ്ഞ പത്രോസും ആ ഒരു പത്രോസ് അല്ല പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം കാണുന്ന പത്രോസ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ തീ വന്നു അല്ലെ, ഒരിക്കലും കെട്ടുപോകാത്ത തീ വന്നു അല്ലെ. അപ്പൊ അവര് ഒരു പ്രാവശ്യം കൊണ്ട് മാത്രം അഭിഷേകം പ്രാപിച്ചിരുന്ന ആയിരിക്കത്തില്ല തീർച്ചയായിട്ടും അല്ലെ. അവര് കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ആ ദൈവത്തിന്റെ പ്രസൻസിൽ ആ ഒരു ഫയറിൽ അല്ലെ, ആ ഫയറിൽ അവർ നിൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പോടുകൂടി ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറും ഫയറും അവരുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് അവര് യേശുവായിട്ടുള്ള ആദ്യ സ്നേഹ ബന്ധത്തിൽ നിന്ന് അവർ ഒരിക്കൽ പോലും വീണു പോയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓട്ടം വളരെ മാന്യമായിട്ട് തന്നെ വളരെയധികം ഫലപ്രദമായിട്ട് തന്നെ അവർക്ക് തികയ്ക്കാൻ സാധിച്ചു അല്ലെ. അതിനായിട്ടാണ് നമ്മളുടെ ഓട്ടവും വളരെ ഫലപ്രദമായിട്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തികയ്ക്കണം എന്ന് യേശുവിന് നമ്മളെപ്പറ്റി ആഗ്രഹമുണ്ട്, തീരുമാനമുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഇത് അവസാന കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാം എന്താ പറയാ നടന്ന് അടുത്തുകൊണ്ട് ഇരിക്കുകയാണ് അല്ലെ. യേശുവിന്റെ വരവ് വളരെ 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 അടുത്താണ്. നേരത്തെയൊക്കെ നമ്മളിങ്ങനെ പറയും യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നമുക്കറിയാം ഓരോ ദിവസം ചെല്ലും തോറും യേശുവിന്റെ വരവ് വളരെയധികം അടുത്തോണ്ടിരിക്കും. നമ്മൾ ആ ദിവസത്തിലേക്ക് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ അടയാളങ്ങൾ, സയൻസ് അല്ലെ, സയൻസ് അല്ല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തില്. ഇങ്ങനെ ഇപ്പൊ ഈ 2025 നടക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എങ്ങും കേൾക്കുന്നില്ല അല്ലെ. കൊറോണ വന്നത് തൊട്ട് ഇങ്ങോട്ട് 2019 2020 തൊട്ട് ഇങ്ങോട്ട് വരുന്നത് നമുക്ക് നോക്കുമ്പോൾ ലോകത്തിലേക്ക് നോക്കുമ്പോ ഒരുപാട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ നമ്മൾ കാണാത്ത അതുപോലത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി തന്നെയാണ് മത്തായിന്റെ 24 നമ്മുടെ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 2 തൊട്ട് ഒന്നാമത്തെ വാക്കോട്ട് താഴേക്ക് വായിക്കാൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വളരെയധികം കാര്യങ്ങൾ ഒക്കെ നടക്കുമെന്ന് എന്താ പറയണേ യേശു ഇങ്ങനെ പറഞ്ഞിരിക്കും. പല യുദ്ധശ്രുതികളും കേൾക്കും. അപ്പൊ അതൊന്നും കേട്ട് നമ്മൾ ചഞ്ചലപ്പെടാതിരിക്കണം പറഞ്ഞു. പിന്നെ ഇതൊന്നും ഒരുപാട് എന്താ പറയുക ഇതിനൊന്നും അവസാനമല്ലെന്നും, പിന്നെ നമുക്കൊരു ഒരുപാട് വ്യാധികൾ വരുമെന്നും, ഒരുപാട് ഫാമിനല്ലേ എന്ന് വെച്ചാൽ അത് വരൾച്ച വരുമെന്നും, അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റി ഒരുപാട് ഭൂമി കുലുക്കങ്ങൾ പോലുള്ള കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുമെന്നും പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു 24ാമത്തെ ചാപ്റ്റർ മത്തായിന്റെ 24ന്റെ 8 ഇങ്ങനെ പറഞ്ഞിരിക്കുക, എങ്കിലും ഇതൊക്കെ ഈറ്റ് നോവിന്റെ ആരംഭം മാത്രമേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ 6ാമത്തെ വാക്കോട്ട് പറയാം, നിങ്ങൾ യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പൻ, പിന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോട് രാജ്യം രാജ്യത്തോട് എതിർത്തിരിക്കും, ക്ഷാമവും പോകുമ്പോൾ അവിടെ ഇവിടെ ഉണ്ടാകും അല്ലെ. ഇതെല്ലാം പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. എത്രമാത്രം യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം എന്താ പറയാ
ഭൂകമ്പങ്ങളെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം ഉരുൾപൊട്ടലുകളൊക്കെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പൊ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ഒരു സ്ഥിരതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യേശു നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ഇത് വെറും ആരംഭം മാത്രമാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് അവസാനമില്ല, ഇത് ആരംഭമാണ്. ഇപ്പൊ നമ്മൾ 2025 നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആദ്യം ഉണ്ടെങ്കിൽ, അല്ലെ, ഓ ദൈവം ഇതെന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഓർക്കുവാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇതിനേക്കാളും എല്ലാം വളരെ അധികമാണ് എന്ന് നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശു നമ്മളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്, അല്ലെ. അപ്പോ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു സൈഡില്, അല്ലെ, യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും ആൾക്കാർ മരിക്കുന്നതും വിമാന അപകടങ്ങളും പിന്നെ ഭൂമി കുലുക്കങ്ങളും ഭക്ഷണത്തിന്റെ ക്ഷാമവും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു സൈഡ് നടക്കുമ്പോൾ 9ാമത്തെ വാക്ക് തൊട്ട് ഇങ്ങോട്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുക, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും, അല്ലെ, പേഴ്സിക്യൂഷൻസ് വളരെ ഉണ്ടാവും, കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്ത സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും, അല്ലെ. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 തൊട്ട് താഴേക്ക് 13 വരെയുള്ള വാക്കുകൾ ഞാൻ ഇപ്പൊ വായിച്ചത് കള്ളപ്രവാചകന്മാര് വരുന്നതിനെ പറ്റിയും അധർമ്മം പെരുകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ കാര്യത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന കാര്യത്തെ പറ്റി യേശുക്രിസ്തു ഓൾറെഡി പറഞ്ഞു, അല്ല, ഭൂകമ്പങ്ങൾ നടക്കുന്നതിനെ പറ്റി, ക്ഷാമം ഉണ്ടാകുന്നതിനെ പറ്റി, യുദ്ധങ്ങൾ നടക്കുന്നതിനെ പറ്റി, എല്ലാ കാര്യത്തെ പറ്റിയും പറഞ്ഞതിന് ശേഷം ഇതൊക്കെ വളരെ ഒരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇനി തന്റെ ചർച്ച നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പലരും എന്താ പറയുക, ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. കള്ളപ്രവാചകന്മാര് പലരും അധർമ്മം പെരുകും. എവിടെ? ചർച്ചിന്റെ അകത്ത്, അല്ലെ. അപ്പൊ ഇവിടെ പിന്നെ ഒരു വാക്ക് പറഞ്ഞു, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, അല്ലെ. അവസാനം വരെ സഹിച്ചു നിൽക്കുക തന്നെ ചെയ്യണം. നമുക്ക് തെസലോനിയർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് രണ്ടാമത്തെ തെസലോനിയരുടെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പം 3-4 വാക്കുകളും അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. 3ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, 2ാമത്തെ തെസലോനിയർ 2:3 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. അപ്പൊ അതിന് മുമ്പുള്ള വാക്ക് 1-2 വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുക, യേശുക്രിസ്തുവിന്റെ വരവ്, അല്ലെ, എന്താ പറയുക, പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ചു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്നു വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അല്ല. അപ്പൊ യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു എന്നുള്ള വാസ്തവം. പക്ഷെ അതിനെപ്പറ്റി നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും. കാരണം പലരും പലതരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞ് തിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെ. പല കാര്യത്തിലും വളരെയധികം കള്ളപ്രവാചകന്മാരും പിന്നെ നേരെ അല്ലാത്ത രീതിയിലുള്ള ടീച്ചിങ് നടത്തുന്നവരായിട്ടുള്ള പല ടീച്ചർമാർക്കും ഉണ്ടാകുന്ന ഒരു സമയമാണ്, അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുലുങ്ങി പോകരുത് എന്ന് പറഞ്ഞിരിക്കുക. 3ാമത്തെ വാക്കാണ് എനിക്ക് പറയാനുള്ളത്, ആരും ഏതു വിധേയം നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും, അല്ലെ. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പൊ ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കുക തന്നെ ചെയ്യണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ ഇതിപ്പോ പോളിനോട് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു റെവലേഷനാണ്, അല്ല. അവസാനത്തെ കാലമാകുമ്പോ വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മലയാളത്തിൽ കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, പലരും അവരുടെ വിശ്വാസം വേണ്ടെന്ന് വെച്ചിട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിച്ചിരുന്ന വ്യക്തികൾ, യേശുക്രിസ്തുവിലായിരുന്ന വ്യക്തികൾ പലരും തങ്ങളുടെ വിശ്വാസത്തെ വേണ്ടെന്ന് വെച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെയല്ലോ ഇവിടെ നമ്മളിപ്പോ മത്തായിന്റെ 24 നമ്മുടെ യേശു പറഞ്ഞിരിക്കുന്ന പോലെ പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, അല്ലെ. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുവോ എന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അനേകരുടെ സ്നേഹം ഇല്ലാതായി പോയി, യേശുവിനോടുള്ള സ്നേഹം ഇല്ലാതായി പോകും, അല്ലെ. അനേകര് യേശുവിൽ നിന്ന് വിട്ടുപോകും. ചർച്ചിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അനേകര് യേശുവിലായിരുന്ന വ്യക്തികൾ, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച വ്യക്തികൾ, അവൻ കൊടുത്ത നന്മകൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് അവനിലായിരുന്ന ചർച്ചിന്റെ പാട്ടായി നിന്നിരുന്ന വ്യക്തികൾ, അല്ലെ, പലരും യേശുക്രിസ്തുവിനെ വേണ്ട എന്ന് വെച്ചിട്ട് പോകുന്നു.
പോകുന്ന ഒരു സമയം വരും അല്ലെ, അവസാനത്തെ നാളുകളിൽ. പിന്നെ നമുക്ക് തിമോത്തിയിലേക്ക് പോകും. 1 തിമോത്തിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്യം പറഞ്ഞിരിക്കും. 1 തിമോത്തിയോസിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 1-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുക, എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ചും ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ആത്മാവ് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യേശു ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നു, പലരും വിശ്വാസത്തെ വിട്ടിട്ട് പോകും എന്ന് അല്ലെ. അപ്പൊ അതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഇത് അപ്പോസ്തലന്മാർ അവരുടെ ജീവിതത്തിന് മുമ്പിൽ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങള് അല്ലെ, യേശുക്രിസ്തു എല്ലാം കൂട്ടി കണ്ടുകൊണ്ട് യേശുക്രിസ്തു അവർക്ക് ഹെൽപ്പറായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിന് കൊടുത്തിരിക്കുക. അപ്പൊ യേശുവിന് അറിയാം അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് ഇല്ലാതെ അവര് അടുക്കുന്ന അല്ലെങ്കിൽ അവര് ഇനി നടക്കാൻ പോകുന്ന അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആ ഫയർ അവരെ ഉള്ളിൽ ഇല്ല എങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ അവരെ ഉള്ളിൽ ഇല്ല എങ്കിൽ അല്ലെ, താനുമായിട്ട് അവർ സ്നേഹബന്ധത്തിൽ അല്ല എങ്കിൽ, ഇനി തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന, തങ്ങൾ നടക്കേണ്ടിയിരിക്കുന്ന ജീവിതത്തില് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ഒരു അറിവ് യേശുക്രിസ്തുവിനുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മളോടും പറയുന്നത്, ഇനി ഈ അവസാന സമയത്ത് വരുന്ന ഈ അവസാന കാലഘട്ടത്തിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെ, നമ്മൾക്ക് പിടിവള്ളിയായിട്ട് നമുക്ക് വേണ്ടത് എന്താ, ഹോളി സ്പിരിറ്റ് ഗോഡും ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറും വേർഡ് ഓഫ് ഗോഡും ദൈവത്തിന്റെ വചനവുമാണ് അല്ലെ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ വളരെയധികം അടുക്കുക. അതിന് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പ് നമുക്ക് ഉണ്ടായേ പറ്റത്തുള്ളൂ അല്ലെ. അഭിഷേകത്തിൽ നിൽക്കുക, തീന്റെ അഭിഷേകത്തിൽ നമ്മൾ നിൽക്കുക അല്ലെ. അവന്റെ ആ യേശുവിന്റെ അല്ലെ, യേശുവുമായിട്ടുള്ള സ്നേഹത്തിലാകണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ തീന്റെ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പലതും കാണാൻ പോകുവാണ് അല്ലെ. എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ലോകത്തില് ചർച്ചിന്റെ അകത്തെ കാര്യമാണല്ലോ പറയുന്നത്. പലരും വിട്ടിട്ട് പോകും എന്ന് പറഞ്ഞ് ചർച്ചിന്റെ അകത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ലോലെസ്നെസ് വളരെയധികം കൂടും അല്ലെ. യേശുക്രിസ്തുവോട് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, അധർമ്മം വളരെയധികം പെരുകും എന്ന് പറഞ്ഞിരിക്കുന്ന ചർച്ചിന്റെ അകത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അധർമ്മം വളരെയധികം പെരുകുന്ന ഒരു അവസ്ഥയിൽ അല്ലെ, ധർമ്മത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ, റൈച്ചസ്നെസ്സിന് വേണ്ടി നിൽക്കണമെങ്കിൽ, അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ നമ്മുടെ ഉള്ളിൽ അല്ലെ, യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ആ ഒരു പവറും ആ ഒരു ഫയറും ദൈവത്തോടുള്ള സ്നേഹവും ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വചനം വഴി അല്ലെ. അപ്പൊ നമ്മൾ വചനത്തെ മുറുക്കെ പിടിക്കുന്ന വ്യക്തികളായിരിക്കണമെന്ന് ചുരുക്കം അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് വചനത്തിൽ നിന്നല്ല ഒന്നും ചെയ്യത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് വചനത്തെ മാനിക്കുന്നവനാണ്. യേശുക്രിസ്തുവിന്റെ വചനത്തെ മാനിക്കുന്നവനാണ് ഹോളി സ്പിരിറ്റ് ഗോഡ്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോളി സ്പിരിറ്റ് ഗോഡ് വ്യതിചലിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ വേണ്ടത് വചനമാണ്. തിങ്ങി നിറയട്ടെ അല്ലെ, ദൈവത്തിന്റെ വചനം തിങ്ങി നിറയട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവറിലായിരിക്കട്ടെ നമ്മൾ അവന്റെ കയ്യിലേക്ക്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളായിട്ട്. ഇനി വരുന്ന ദിവസങ്ങൾ വളരെയധികം എന്താ പറയാ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദിവസങ്ങൾ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലെ. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്താ പറയാ, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. യേശുക്രിസ്തുവിന്റെ വരവ് വളരെ 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 അധികം അടുത്തിരിക്കുന്നു അല്ലെ. വളരെയധികം അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദൈവവുമായിട്ട് വളരെയധികം അല്ലെ ഒരു സ്നേഹബന്ധത്തിലായി തീരുക അല്ലെ. വളരെയധികം ഒട്ടി നിൽക്കുക അവനുമായിട്ട് അല്ലെ. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയട്ടെ. ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുള് തിരിച്ചു തരാൻ ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നമുക്ക് അപേക്ഷിക്കാം അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പവർ കൊണ്ട്, ആ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ നമുക്ക് അവനോട് അപേക്ഷിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ വീണ് പോകത്തില്ല, വിശ്വാസം ത്യജിച്ചിട്ട് പോകുന്ന വ്യക്തികളാകത്തില്ല. നമ്മൾ അവന്റെ ഒപ്പം ഉണ്ടായിരിക്കും. അവന്റെ ആ റെമനന്റ് കൂടെ, ആ ശേഷിപ്പിന്റെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നടക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡ് ഇല്ലാത്ത ഒരു കാര്യം നടക്കത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനെ പറ്റി ടീച്ച് ചെയ്യാത്ത സഭകൾ ഇനി എന്താണ് മുമ്പോട്ട് വരാൻ പോകുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഹോളി സ്പിരിറ്റ് ഗോഡിൽ എന്താ പറയുന്നത്, പിടിച്ച് തൂങ്ങി കിടക്കുന്ന ആ വ്യക്തികളായിരിക്കും. ഒരു കാരണവശാലും വിട്ട് കളയാത്ത വ്യക്തികളായിരിക്കും അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് നമുക്ക് നടക്കാൻ മുമ്പോട്ട് അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശബ്ദം നമുക്ക് വളരെയധികം ഒടിവിളാകട്ടെ, നമുക്ക് വളരെയധികം ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കട്ടെ അല്ലെ. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് നമുക്ക് എന്നാ അത് കാണിക്കുന്നു. ആ ബ്ലോക്കുകളൊക്കെ എടുത്ത് കളയാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അവനിലാകട്ടെ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കത്തില്ല. ഇനി മുമ്പോട്ട് വരുന്ന സമയങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ വളരെ അധികമായിരിക്കും.
നമ്മുടെ ചർച്ചകളുടെ കാര്യങ്ങൾ തന്നെ പറയുന്നത് അല്ലെ. ഈ ലോകത്ത് വളരെയധികം കാര്യങ്ങൾ നടക്കും അല്ലെ. പക്ഷെ നമ്മുടെ ചർച്ചിൽ അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളുടെ ജീവിതത്തെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് യേശുവുമായിട്ട് വലിയൊരു സ്നേഹ ബന്ധത്തിലാകാൻ നമുക്ക് അല്ലെ. വലിയൊരു സ്നേഹബന്ധത്തിൽ ഒരിക്കൽ പോലും പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹബന്ധത്തിലാകും. എന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവനിൽ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നിത്യതയിൽ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ. പാതുകൾ ഞങ്ങൾക്ക് ചെയ്തു തന്നെല്ലാം നന്ദിക്കായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് തന്നെയായിട്ട് നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവ് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. വീണു പോകാൻ ഇടവരുത്തല്ലേ കർത്താവേ. അങ്ങയുടെ വചനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം വായിക്കാൻ ഒരുപാട് നേരം ഇരുന്ന് വായിക്കാനും റെവലേഷൻസ് കർത്താവ് വെളിപ്പാടുകൾ കിട്ടാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു. അങ്ങിലായിരിക്കട്ടെ കർത്താവ്. ഞങ്ങൾ ഒരു ആൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ വരുത്തല്ലേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവത്തിനകത്ത് മാത്രം